ഹലോ ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്നത്തെ സെഷനിൽ നമ്മൾ സ്റ്റെൻസിൽ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. അതിൻ്റെ 4 വ്യത്യസ്തമായ രീതികളെ പറ്റിയിട്ടാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഹലോ ഗുഡ് മോർണിംഗ് മക്കളെ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റെൻസിൽ പ്രിൻ്റാണ് കേട്ടോ. സ്റ്റെൻസിൽ പ്രിൻ്റ് ഇപ്പോൾ നിങ്ങൾക്ക് നോർമലി അറിയാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്നുകൂടെ അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ സ്റ്റെൻസിൽ പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യം നോക്കാം. ഇതുപോലെ ഡിസൈൻസ് കട്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഷീറ്റ് ഉണ്ടായിരിക്കും. ഇതിനാണ് നമ്മൾ സ്റ്റെൻസിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇത് പല ഡിസൈൻസിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇൻട്രസ്റ്റിനനുസരിച്ച് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഡിസൈൻ വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേണ്ടതൊന്ന് സ്റ്റെൻസിൽസ് വേണം. ഇതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു A4 ഷീറ്റിലോ കാർഡ്ബോർഡ് ഷീറ്റിലോ ഒക്കെ ഡിസൈൻസ് വരച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതും നിങ്ങൾക്ക് സ്റ്റെൻസിൽസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങുന്ന സ്റ്റെൻസിൽസാണ്. അത്രയും വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. ഒരു 50 രൂപ 20 രൂപ 15 രൂപ റേഞ്ചിലൊക്കെ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റെൻസിൽ. പിന്നെ വരുന്നത് നമുക്ക് ഫാബ്രിക് പെയിൻ്റ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. സോഫ്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്ന ഫാബ്രിക് കളർ. സോഫ്റ്റ് കളർ ഉപയോഗിക്കുന്നതിന് ഒരു റീസൺ കൂടിയുണ്ട്. കാരണം നമ്മൾ നോർമൽ ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളത് പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴും അതുപോലെ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡിസൈൻ്റെ അവിടെ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കും. സോഫ്റ്റ് പെയിൻ്റ് ആയിരിക്കുമ്പോൾ അതുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ആണ്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ഈ സോഫ്റ്റ് പെയിൻ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ സോഫ്റ്റ് പെയിൻറ്റ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ ഓർത്ത് വയ്ക്കുക. നമ്മൾ പെയിൻറ്റിൻ്റെ ബോക്സ് എപ്പോഴും നമ്മൾ പെയിൻറ്റ് ബോക്സിൻ്റെ ഇതിലെ പെയിൻറ്റുകൾ ഇങ്ങനെയായിരിക്കും നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻറ്റ് ബോക്സ് വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വെക്കണം. സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴല്ല, പെയിൻറ്റിന് ശേഷം വെക്കുമ്പോൾ നമ്മൾ തല തിരിച്ച് വെക്കണം. എന്തിനാണ് തല തിരിച്ച് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി പെയിൻറ്റുകൾ എടുക്കുമ്പോൾ ചിലർ ഷേക്ക് ചെയ്ത് ഉപയോഗിക്കും, ചിലർ ഷേക്ക് ചെയ്യാതെ ഉപയോഗിക്കും. അങ്ങനെ ഷേക്ക് ചെയ്യാതെ ഉപയോഗിക്കുന്ന സിറ്റുവേഷനിൽ ഈ പെയിൻറ്റ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇത് തുറക്കുമ്പോൾ ഇതിന് മേലെ ഒരു ഓയിൽ ഫോമിൽ ഒരു എണ്ണ പോലെ നമുക്ക് കാണാം. ഇതിലിപ്പോൾ ഡാർക്ക് കളറായതുകൊണ്ട് കാണുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഷേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പെട്ടെന്ന് കാണില്ല. നിങ്ങൾ നോർമലി ഫാബ്രിക് പെയിൻറ്റൊക്കെ വാങ്ങുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മേലെ കുറച്ച് ഡാർക്കായിട്ട് എണ്ണ പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്, ഒരു ഓയിൽ ഫോമിൽ കിടക്കുന്നതാണ്. നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്യുമ്പോൾ ഷേക്ക് ചെയ്യാതെ എടുക്കുമ്പോൾ അത് എടുത്തെടുത്ത് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അടിയിലേക്ക് പോകും തോറും പെയിൻറ്റ് പെട്ടെന്ന് കട്ട പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 1-2 തവണ ഉപയോഗിച്ചിട്ട് പിന്നെ കുറച്ച് നാളത്തേക്ക് ശേഷം എടുത്ത് വെച്ച് പിന്നീട് ഉപയോഗിക്കാൻ നോക്കുമ്പോൾ പെയിൻറ്റൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പെയിൻറ്റിൻ്റെ ബോർഡിൽ എപ്പോഴും നമ്മൾ തല തിരിച്ച് വയ്ക്കുക. നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ശരിക്കും വെച്ചിട്ടല്ലേ എടുക്കുള്ളൂ. അപ്പോൾ പെയിൻറ്റ് ഒരു പരിധി വരെ നമുക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രത്യേകിച്ച് ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റ് മിക്സ് ചെയ്യാനായിട്ട് ഒരിക്കലും വെള്ളം ഉപയോഗിക്കാതിരിക്കുക. വാട്ടർ സൊല്യൂബിളാണ്, എന്നാൽ പോലും നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് മീഡിയം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാനിപ്പോൾ ഇവിടെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് നമുക്ക് നെക്സ്റ്റ് പെയിൻറ്റിങ്ങിൻ്റേത് മാത്രമായിട്ട് വരുന്ന ക്ലാസ്സിൽ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ സ്റ്റെൻസിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ പെയിൻറ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റെൻസിൽസ് വേണം. ദെൻ ഒരു ബ്രഷ്, അത് ഇന്നൊന്നുമില്ല, ഒരു ബ്രഷ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് സ്പോഞ്ച് പീസുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാൻ ഒരു പാത്രം, അതെന്തെങ്കിലും പാലറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ പാലറ്റ് ഉപയോഗിക്കണമെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അതുപോലെ ഞാനിപ്പോൾ ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇതും ഒരു വർക്കിന് നമുക്ക് ആവശ്യം. ഓക്കെ, പിന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ക്ലോത്ത് ഉണ്ട്, ഒരു ബ്ലാക്ക് ക്ലോത്ത് ഉണ്ട്. ഈ 2 ക്ലോത്തിലും പ്രിൻ്റ് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളും കാണിച്ചു തരാം. ഓക്കെ, then നമുക്ക് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോഴും ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സിംഗിൾ ലെയർ ഇട്ടിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സസ് വരുന്ന പെയിൻറ്റിനെ താഴേക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ പേപ്പർ ഇട്ട് ചെയ്യുന്നത്. ടേബിൾ ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ എപ്പോഴും പേപ്പർ താഴെ ഇട്ടിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരേ ഡിസൈൻ തന്നെ 3 രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരു വേസ്റ്റ് ക്ലോത്ത്. ഇതില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡിസൈനൊക്കെ വല്ലാതെ വൃത്തികേടായി പോകും. ഈ റോസിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ, ഇതാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ബാക്കി ഡിസൈൻ അവിടെ നിൽക്കട്ടെ. ഇത് കുറച്ച് ഹെവി ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കാണാൻ പറ്റും, അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഡിസൈനെ തന്നെ 3 രീതിയിൽ ചെയ്യുന്നതാണ് കാണിച്ചിരുന്നത് കേട്ടോ. ആദ്യം ചെയ്യുമ്പോൾ നോർമലി നമുക്കറിയാലോ, ഇങ്ങനെ വെക്കുക, അതിനുശേഷം പെയിൻറ്റ് എടുക്കുക, ബ്രഷ് കൊണ്ട് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ പാലറ്റ് മിസ്സിങ് ആണ് കേട്ടോ. ഞാനപ്പോൾ അതുകൊണ്ട് ഇതിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ബ്രഷ് എടുക്കുമ്പോൾ ബ്രഷ് ആദ്യം തന്നെ നമ്മളൊന്ന് നനച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ.
ബ്രഷ് അതുപോലെ പെയിൻറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളിപ്പോൾ 2 പാത്രത്തിൽ വെള്ളം വെക്കണം. ഒന്ന് നല്ല വെള്ളം വെക്കണം, പിന്നെ ഒന്ന് നമ്മളെപ്പോഴും ബ്രഷ് വാഷ് ചെയ്യുമ്പോൾ ഒരേ ബ്രഷാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരേ വെള്ളത്തിൽ വാഷ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റ് കളറുകൾക്ക് അത് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ആദ്യം കോമൺ ആയിട്ട് കഴുകാനായിട്ടൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക, അതിൽ മുക്കുക, കഴുകുക. അതിനുശേഷം കുറച്ചുകൂടി വേറൊരു പാത്രത്തിൽ കുറച്ച് നല്ല വെള്ളം വയ്ക്കാം, എന്നിട്ട് അതിൽ വീണ്ടും മുക്കിയിട്ട് വാഷ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. ബ്രഷ് ഒന്ന് മുക്കിയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒരു കോട്ടൺ തുണിയിലോ അങ്ങനെ ജസ്റ്റ് നമ്മൾ അല്ലെങ്കിൽ വലിയ തുണിയിലോ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രഷ് ഒന്ന് സെറ്റ് ആവാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഞാനിത് പെയിൻറ്റ് ചെയ്യാൻ പോവാണേ. വെറുതെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റോ കാര്യങ്ങളോ വേണമെങ്കിൽ കയറ്റി വയ്ക്കാം അതിന് മുകളിൽ ശരിക്കും പതിഞ്ഞിരിക്കാനായിട്ട്. ഞാനിപ്പോൾ പെയിൻറ്റ് ബോക്സ് തന്നെയാണ് വയ്ക്കുന്നത്. ഓക്കെ, അതിനുശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് ഇതുപോലെ വെയിറ്റുകൾ എന്തെങ്കിലും വെക്കണമെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടായിരിക്കും കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട്. എനിക്ക് മേലെ നിന്നാണ് ഞാനിപ്പോൾ താഴേക്ക് ചെയ്ത് വരുന്നത്. ആദ്യം ഫ്ലവറാണ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഇത് പിങ്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഒരേ കളർ തന്നെയാണ് ഞാൻ 3 പാറ്റേണിൽ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അടിച്ചു കൊടുക്കുക. ഓൾറെഡി ഔട്ട്ലൈൻ ഉള്ളതുകൊണ്ട് അതവിടെ അങ്ങനെ തന്നെ നിന്നോളൂ. മേലേയും താഴേക്കാണെങ്കിൽ അത് അങ്ങനെ തന്നെ അടിച്ചു പോരുക കേട്ടോ. ഞാനിതിൽ വെള്ളമൊന്നും മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ, ഡയറക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. മതി പെയിൻറ്റിൽ വെള്ളമൊന്നും മിക്സ് ചെയ്യരുത്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ പെയിൻറ്റിൽ വെള്ളം മിക്സ് ചെയ്യുന്നത് പെയിൻറ്റിൻ്റെ ഭംഗി കുറയ്ക്കും, നന്നായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി കുറയ്ക്കും കേട്ടോ. അത് വിചാരിച്ച ഫിനിഷിങ് ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ ഞാൻ ഫിനിഷ് ചെയ്തു കേട്ടോ. ബ്രഷ് ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് നന്നായി തുടച്ചതിന് ശേഷം നമുക്ക് ഗ്രീൻ അടിക്കാൻ തുടങ്ങാം. ഇത് ഓവറായിട്ട് എവിടെയും കട്ട പിടിച്ചെടുക്കാതെ നോക്കണം. പെൻസിലെടുത്ത് മാറ്റാം കേട്ടോ. ഇതാണ് നമുക്ക് ഫസ്റ്റത്തിൽ കിട്ടിയിട്ടുള്ള റിസൾട്ട്. നെക്സ്റ്റ് പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ സ്പോഞ്ച് പീസ് എടുത്തിട്ടുണ്ട്. സ്പോഞ്ച് പീസും ഞാനൊന്ന് നനച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു നനവുണ്ട് തന്നെ ഉള്ളൂ. ഒരുപാട് വെള്ളം ഇതിൽ നിന്ന് ഇങ്ങനെ ചോർന്ന് പോകുന്നൊരവസ്ഥയൊന്നുമില്ല. അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നനച്ചില്ലെങ്കിലുള്ള പ്രശ്നം നമ്മുടെ പെയിൻറ്റ് വല്ലാതെ അബ്സോർബ് ചെയ്ത് പോകും. ഓക്കെ, സ്പോഞ്ചിലേക്ക് ഒരുപാട് പെയിൻറ്റ് വലിച്ചു പോകും. അതില്ലാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. പെയിൻറ്റ് കുറച്ചൊന്നിലാക്കുക. എന്നിട്ട് പാലറ്റിൽ പതിയെ ഒന്ന് പ്രസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡിസൈനിൽ സ്പോഞ്ച് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്രീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ഈ സ്പോഞ്ച് തന്നെ എടുക്കുന്നില്ല. സ്പോഞ്ച് ഒന്ന് മാറ്റുകയാണ്, അല്ലെങ്കിൽ ഇതേ സ്പോഞ്ച് തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് പ്രോപ്പറാക്കി എടുക്കുക. ഇതാണ് സെക്കൻഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഇനി നമുക്ക്
തേർഡ് ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഡിസൈൻ ചെയ്യുന്നതിന് മുൻപ് ഞാൻ തൊട്ടിപ്പുറത്തൊരു പേപ്പർ വെച്ച് മൂടുകയാണ്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ സപ്പോസ് അപ്പുറത്തെ ഡിസൈനിലേക്ക് ആവാനൊരു പോസിബിലിറ്റി ഉണ്ട്, അതില്ലാതിരിക്കാനാണ് കേട്ടോ. പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ള ഡിസൈൻ ഉണങ്ങിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഡിസൈനിന് മേലെ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പേപ്പർ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, വീണ്ടും ഡിസൈനിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രഷ് നന്നായിട്ടൊന്ന് നനച്ച് അതിനുശേഷം ഒരു തുണിയിലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മളതിനെ പിങ്ക് പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. ഓക്കെ, ആദ്യം ഇതുപോലെ കുറച്ചൊന്ന് നീക്കൊന്ന് സ്ഥലത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് ഈ ഹൈഡ് ചെയ്യേണ്ട ഈ ഗ്രീൻ വരേണ്ട ഭാഗം വേണമെങ്കിൽ പേപ്പർ കൊണ്ട് ഹൈഡ് ചെയ്ത് വെക്കുക കേട്ടോ. അത് അല്ലെങ്കിൽ ചിലപ്പോൾ അത് അവിടേക്ക് കൂടി സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. ബാലൻസ് ഭാഗത്ത് നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു മിസ്റ്റ് പോലെ തെറിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിന് പെയിൻറ്റ് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ 3 രീതിയിൽ ചെയ്തപ്പോഴുള്ള റിസൾട്ട്. അതിപ്പോൾ നമ്മൾ ബ്രഷ് യൂസ് ചെയ്താണ്, നമ്മൾ ബ്രഷ് യൂസ് ചെയ്തതാണ്. നെക്സ്റ്റ് നമ്മൾ സ്പോഞ്ചാണ് യൂസ് ചെയ്തത്. ഇത് സ്പ്രേ മോഡലാണ് ഉപയോഗിച്ചത്, ടൂത്ത് ബ്രഷ് വെച്ചിട്ട്. ഓക്കെ, നമുക്കിനി ഇത് എങ്ങനെയാണ് റൗണ്ട് ബ്രഷ് വെച്ചിട്ട് ചെയ്യാനുള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്രഷിൽ നമുക്ക് ഒരുപാട് ഓവറായിട്ട് പെയിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ഒരു കുറച്ച് പെയിൻറ്റ് മതി. നമ്മളിങ്ങനെ ഇതിനെ തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഇങ്ങനെ തട്ടിയാണ് പെയിൻറ്റിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓവറായിട്ടുള്ള പെയിൻറ്റ് ഇവിടെ ആവശ്യമില്ല. നമ്മൾ പെയിൻറ്റ് കൂടുതൽ എടുക്കും തോറും ഇത് സൈഡിൽ കൂടെ ലീക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം കുറച്ച് പെയിൻ്റ് എടുത്ത് കൂടുതൽ സമയം തട്ടിയിട്ട് നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഗ്രീൻ ചെയ്യാം കേട്ടോ. ഗ്രീൻ കളറ് ഇതിൻ്റെ ഇതിൽ കൊടുക്കാം. പക്ഷേ റൗണ്ട് ബ്രഷ് വെച്ച് തന്നെ മറ്റൊരു മെത്തേഡിൽ കൂടി നമുക്ക് ചെയ്യാം. ഇതുപോലെ ഡാബിങ് അല്ലാതെ നമുക്ക് റൗണ്ട് ബ്രഷ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് മൂവ് ചെയ്തിട്ടും ഒരു പെയിൻറ്റിങ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം കുറച്ച് ഗ്രീൻ പെയിൻറ്റ് എടുക്കാം കേട്ടോ. ഗ്രീൻ പെയിൻറ്റ് എടുത്തതിന് ശേഷം പെയിൻറ്റ് നന്നായിട്ട് നമ്മളൊന്ന് വൈപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അധികം ബ്രഷിലും തന്നെ പെയിൻറ്റ് വേണമെന്നില്ല, നന്നായിട്ട് ബ്രഷിൽ നിന്ന് പെയിൻറ്റ് വൈപ്പ് ചെയ്തെടുക്കുക. പെയിൻറ്റ് നന്നായിട്ടൊന്ന് ബ്രഷിലധികം പെയിൻറ്റിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചെറുതായിട്ട് മാത്രമേ ബ്രഷിൽ പെയിൻറ്റ് ആവശ്യമുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്കിതുപോലെ റൗണ്ടായിട്ട് ഇതുപോലെ മൂവ് ചെയ്യുക ബ്രഷിന്.
ഓക്കെ, അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് ഒരു സർക്കിൾ മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രഷ് കേട്ടോ, റൗണ്ട് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട്. ഇത്രയും കഴിഞ്ഞ് നമുക്ക് സ്റ്റെൻസിലെടുത്ത് മാറ്റാം കേട്ടോ. ഒരു ദിവസം നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതാണ് റൗണ്ട് ബ്രഷ് വെച്ച് ചെയ്തിട്ടുള്ള കിട്ടിയുള്ള റിസൾട്ട് കേട്ടോ. ഓക്കെ, നമ്മൾ 4 മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളാണ് ഇതെല്ലാം. ഓക്കെ, ഈ 4 റിസൾട്ടുകളാണ് നമുക്ക് 4 ടൈപ്പിൽ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ വരുന്ന മെത്തേഡ് നമ്മൾ റൗണ്ട് ബ്രഷ് വെച്ച് ചെയ്ത മെത്തേഡാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിലൊട്ടും തന്നെ സൈഡ് ലീക്കേജ് ഒന്നും വന്നിട്ടില്ല. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ 4 മെത്തേഡ് യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട്, അതായത് ഏറ്റവും നന്നായിട്ട് ഫിനിഷിങ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ റൗണ്ട് ബ്രഷ് മെത്തേഡാണ്. നമുക്ക് പെയിൻറ്റിങ്ങിനായിട്ട്, അതായത് സ്റ്റെൻസിൽ പെയിൻറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്ന ഏറ്റവും ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുള്ള മെത്തേഡ് ഈ റൗണ്ട് ബ്രഷ് മെത്തേഡാണ് കേട്ടോ. ഇത് നമ്മൾ നോർമൽ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് നമ്മളിങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മെത്തേഡാണ്, റിസൾട്ടാണ്. നോർമൽ ഫ്ലാറ്റ് ബ്രഷ് വെച്ച് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഇതാണ് നമ്മൾ സ്പോഞ്ച് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഓക്കെ, നെക്സ്റ്റ് സ്പ്രേ പെയിൻറ്റിങ്. നമ്മൾ സ്പ്രേ പെയിൻറ്റ് പോലെ, അതായത് നമ്മൾ ബ്രഷിൽ പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ മിസ്റ്റ് പോലെ അടിച്ചു കൊടുത്തല്ലോ, അപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള 4 ടൈപ്പ് മെത്തേഡിൻ്റെ 4 ടൈപ്പ് ഓഫ് റിസൾട്ട്സ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ, ഏതാണ് ഏറ്റവും നല്ല റിസൾട്ടീവായിട്ട് നിൽക്കുന്നതെന്നുള്ളത്. ഇതാകുമ്പോൾ ഏകദേശം ഈ ബോർഡറിലേക്കൊക്കെ വരുമ്പോൾ ഒരു ഷെയ്ഡിങ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ സൈഡിലേക്കൊക്കെ കുറച്ച് ലീക്കേജിൻ്റെയും ഒക്കെ ചാൻസസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് പൂർണ്ണമായിട്ടും സോഫ്റ്റ് പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോഫ്റ്റ് പെയിൻറ്റ് വെച്ച് ചെയ്തിട്ട് പോലും ഇത്രയും നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ റൗണ്ട് ബ്രഷ് മെത്തേഡിനാണ് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ റൗണ്ട് ബ്രഷ് മെത്തേഡാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗാർമെൻറ്റ്സിലേക്കൊക്കെ പ്രൊഫഷണലി ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടായിരിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.